ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ലൊരു അവലോസ് ഉണ്ട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് ഇവിടെ ഒരു കുറുവ അരിയാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ള പുഴുങ്ങലരിയാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുക, പച്ചരിയല്ല. ഞാനിതാ ഇവിടെ അരി നന്നായിട്ട് കഴുകി ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. ശേഷം നമുക്കൊരു ഫ്രൈ പാൻ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് പാത്രം എടുക്കാം. ഞാനിവിടെ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പാനിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അരി കരിഞ്ഞു പോകും. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വറുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. പക്ഷേ നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് കുറേ നാൾ വരെ നന്നായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് ഇതൊന്ന് ആയി വരുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മളുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷേ നമുക്കെന്നാൽ എപ്പോഴും ഒരു ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഇത് ആയി വരുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് നമ്മൾ റൈസ് മാറി വരുന്നുണ്ട്. പിന്നെ അങ്ങനെ നന്നായിട്ടും ഫുള്ളും ഇതുപോലെ തന്നെ ഈ ഒരു കളറിലേക്ക് മാറി വരുന്നവരെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. എന്നാൽ കരിഞ്ഞു പോകാൻ തീരെ പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. ഈ ഒരു രീതിയിലായി അതിലുള്ള മുഴുവൻ അരിയും ഈ ഒരു രീതിയിൽ കളർ ചേഞ്ച് ഒരു ഗോൾഡൻ കളറിലേക്ക് ആവുന്ന രീതിയിൽ വറുത്ത് കൊടുക്കാം. അതായത് പാനിന്നൊക്കെ വിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിതാ ഒരു മിക്സീൻ്റെ ചെറിയൊരു ജാറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇനി ഇതാ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ ഒരു രീതിയിലാണ് നമുക്ക് അരി തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശേഷം ഞാൻ കുറച്ച് വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശർക്കര ഉണ്ടല്ലോ, ശർക്കര പാനിയാണ് ഇതിനാവശ്യം. പാനി അല്ലാതെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. പാനിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. മീൻസ് ഇതിൻ്റെ ലിക്വിഡ് ഉണ്ടല്ലോ, നമ്മൾ വെള്ളം നന്നായിട്ട് ഉരുക്കിയെടുത്ത് അരിച്ചതാണ് കേട്ടോ. അരിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഉണ്ടയാക്കി എടുക്കുക. ഞാനിതിൽ കുറച്ച് തേങ്ങ, നമ്മളെ കൊക്കനട്ട് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് ഇതുപോലെ ഉണ്ടയാക്കി എടുത്തതാണ്. നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് കുറേ നാൾ വരെ കേട് വരാതെ സൂക്ഷിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെച്ചിട്ടും പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കാറ്റെടുക്കാത്ത രീതിയിൽ വെച്ചാൽ